അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ചു റയൽ മാഡ്രിഡ് 3-0. ഒരിക്കലും ഈ ഒരു സ്കോർ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു 3 കീ പ്ലേയേഴ്സ് ഉണ്ട്, വിനീഷ്യസ്, അതുപോലെ തന്നെ ഫെഡറിക്കോ വാൽവേർഡെ, കോർട്ടോയിസ്, ഇവരൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് നമ്മൾ കളത്തിൽ കണ്ടതും. ഫെഡറിക്കോ വാൽവേർഡും കോർട്ടോയിസും ഭംഗിയായിട്ട് ആ ഒരു ഡ്യൂട്ടി കറക്റ്റായിട്ട് ഗ്രൗണ്ടിൽ കാണിച്ചു. വിനീഷ്യസ് ആ ഒരു പെനാൽറ്റി തുലച്ചു കളഞ്ഞു. അതും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ കളി 4-0 സിറ്റിയെ നിലം പതിക്കാമായിരുന്നു. ഫെഡറിക്കോ വാൽവേർഡിനെ കുറിച്ച് പറയാനില്ല. വാട്ട് എ ടോപ്പ് ക്ലാസ് ഫിനിഷിംഗ്, ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ആണ് എഗെയിൻസ്റ്റ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് മുന്നിൽ ഫെഡറിക്കോ വാൽവേർഡ് എടുത്തത്. 3 ഗോളുകൾ, 8 ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ്, അതുപോലെ തന്നെ ഫിനിഷിംഗ് ആണെങ്കിൽ അപാര ഫിനിഷിംഗ്. അതുപോലെ തന്നെ വിനീഷ്യസ് ആ ഒരു പെനാൽറ്റി അടിക്കായിരുന്നെങ്കിൽ 4-0 പെപ് ഗാർഡിയോള നിലം പതിച്ചേനെ. എന്തായാലും റിയൽ മാഡ്രിഡ് വലിയൊരു അഗ്രിഗേറ്റിൽ അടുത്ത ലേഗിലേക്ക് പോവുകയാണ്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് അടുത്ത എവേ മാച്ച് ആണ്. എങ്കിൽ പോലും 3-0 എന്നുള്ള ആ ഒരു സ്കോർ മറികടക്കണമെങ്കിൽ സിറ്റി കുറച്ച് പാടുപെടും. ആൽവാരോ അർബലക് ചെയ്ത ചെറിയ ചെറിയ മാറ്റങ്ങൾ തന്നെയാണ് ഈ ഒരു റിസൾട്ടിന് കാരണമായത്. ഒന്ന്, വിനീഷ്യസിനെ കൂടെ ബ്രൈം ഡയസിന് ഇട്ടു. ഗാസി ആയിരുന്നു റീസെന്റ് ആയിട്ടുള്ള മാച്ചിലൊക്കെ മോശം പെർഫോമൻസ് ആയിരുന്നു, ബ്രൈം ഡയസിന് ഇട്ടു. അത് കഴിഞ്ഞ് മിഡിൽ കൗമിങ്ങിനെ സെക്കൻഡ് ഹാഫിലേക്ക് മാറ്റി. ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഹുഡ്സൺ ഇറക്കി. അങ്ങനെയുള്ള ചെറിയ ചെറിയ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ ചെറിയ ചെറിയ ചേഞ്ചസും വരുത്തി എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അത് അവിടെ കാണാൻ നമുക്ക് പറ്റി. നല്ലൊരു പെർഫോമൻസ് ആണ് റിയൽ മാഡ്രിഡിന്റെ ഭാഗത്ത് റിയൽ മാഡ്രിഡ് കാഴ്ചവെച്ചത്. സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ പെപ് ഗാർഡിയോള അദ്ദേഹത്തിന്റെ മാസ്റ്റർ ക്ലാസ് ചേഞ്ചസ് ഒരുപാട് കൊണ്ടുവന്നു. റിയൽ മാഡ്രിഡ് vs മാൻ സിറ്റി കഴിഞ്ഞ മാച്ച്, പ്രീവിയസ് മാച്ചിൽ റിയലി നല്ല പെർഫോമൻസ് ആയിരുന്നു. ലെഫ്റ്റ് ബാക്കിൽ കാണിച്ചുകൊണ്ടിരുന്ന ലെഫ്റ്റ് ബാക്കിലേക്ക് റിയലിനെ ഇട്ടു. റീസെന്റ് ആയിട്ട് റിയലി കളിച്ചുകൊണ്ടിരുന്ന അറ്റാക്കിംഗ് സൈഡ് ആയിരുന്നു, പക്ഷെ റീലിനെ കൊണ്ടിട്ട് ലെഫ്റ്റ് ബാക്കിൽ ഇട്ടു. അതുപോലെ തന്നെ സെന്റർ ബാക്കിൽ നല്ല പെർഫോമൻസ് കാണിക്കുന്ന കുസ്റ്റാവിനെ കൊണ്ടിട്ട് എവിടെ ഇട്ടു? റൈറ്റ് ബാക്കിൽ ഇട്ടു. അങ്ങനെ ഡിഫൻസിൽ വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് സിറ്റി കാണിച്ചത് കൊണ്ട് റിയൽ മാഡ്രിഡിന് വളരെ ഈസി ആയിട്ട് സ്കോറുകളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റി. ഡിഫൻസിൽ വീക്ക് പറ്റി സിറ്റിക്ക്. അത് തന്നെയാണ് റിയൽ മാഡ്രിഡ് അവിടെ ഒരു പോസിറ്റീവായിട്ട് എടുത്തതും ഗോളാക്കി മാറ്റിയതും. വിനീഷ്യസ് ആണ് കളിക്ക് മുന്നേ ഒരുപാട് ഡയലോഗ് അടിച്ചതെങ്കിലും അത് കറക്റ്റായിട്ട് ഗ്രൗണ്ടിൽ കാണിച്ച ഫെഡറിക്കോ വാൽവേർഡ് ആണ്. അറ്റാക്ക് ചെയ്തു, കറക്റ്റായിട്ട് സിറ്റിയെ ഡോമിനേറ്റ് ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും ഗാർഡിയോള പറഞ്ഞ ഒരൊറ്റ കാര്യമേ എനിക്ക് ഓർമ്മ വരുന്നുള്ളൂ, 4-0 ഈസ് ബെറ്റർ ദാൻ 3-0. 4-0 ബെറ്റർ ആണ് 3-0 എന്ന് പറയുന്നത്. കാരണം അടുത്ത ലെഗിൽ ഇനി അടിക്കണമെങ്കിൽ ഈ 3-0 ഫോക്കസ് ചെയ്ത് 4-0 എത്തിക്കണം. എന്തൊക്കെ പറഞ്ഞാലും റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് വലിയൊരു അഗ്രിഗേറ്റിലാണ്. റിയൽ മാഡ്രിഡ് തന്നെ ജയിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. കളിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ബൈ, ഇറ്റ്സ് മീ സ്കോർസ് മൈൻ.